ഹലോ ഗായ്സ് അസ്സാം വലൈക്കും. ഞാൻ മരുന്ന് കൊടുത്തപ്പോൾ ഓൾക്ക് നിർബന്ധം ഇക്ക തന്നെ തരണം. അങ്ങനെ ഇക്ക കൊടുത്തു. ഓൾക്ക് ചെറിയ കുര ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു മരുന്ന് കുടിച്ചാൽ സർപ്രൈസ് തരുന്നു. അത് മരുന്ന് കുടിച്ച പാട് ഐസ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നതാണ്. അങ്ങനെ സർപ്രൈസ് കിട്ടിയതിൻ്റെ ഹാപ്പിയായി നിൽക്കുന്നത് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ യാത്ര തുടർന്നു. മമ്മക്ക് മൂതുണ്ടല്ലോ എനിക്കും വേണം, മമ്മൻ്റെ അതേ സെയിം കളറാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഹാപ്പിയിലായി നിൽക്കണം. പിന്നെ അനിയൻ വിളിച്ചു, അവനോട് കുറച്ച് തട്ടി ഇവിടെ ആയിരുന്നു. ഇക്ക പറയുന്നത് നിൻ്റെ ഇടയാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിത്തരാമെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ പിസ്താഷ്യം മതിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിസ്താഷ്യൊക്കെ വാങ്ങി. മോള് പറഞ്ഞു അമ്മ ഞാൻ ടേസ്റ്റ് നോക്കട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നീ ടേസ്റ്റ് നോക്കുന്നു. അങ്ങനെ അവൾ ടേസ്റ്റൊക്കെ നോക്കി. അവൾക്ക് കുറേ ഉണ്ടായിരുന്നു, അവൾ കുറച്ചേ കഴിച്ചോളൂ കേട്ടോ. അവൾ വേണ്ടാന്ന് തന്നെ പറഞ്ഞു. അവൾ തന്നെ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. പിന്നെ ഞാൻ തന്നെ കുറച്ച് കഴിച്ചു. എനിക്ക് മത്തി പിടിച്ചപ്പോൾ ഇക്ക ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, നീ തിന്നൂല്ലെങ്കിൽ പിന്നെ എന്തിനാടി ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ മുതിര ഊരിക്കൊണ്ടുപോയേനെ. അപ്പോഴേക്കും മോള് കയറി ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ യാത്ര ചെയ്തു. നല്ല രസമാട്ടോ മസ്കറ്റ് ഏരിയയിലുള്ള യാത്രകൾ കാണാനൊക്കെ ആയിട്ട്. നല്ല ചില കാഴ്ചകളും പിന്നെ മോളെ ഓരോ എക്സ്പ്രഷൻസും ആക്കി മമ്മക്ക് ന്യൂ വാങ്ങിത്തരാം, മമ്മക്ക് ന്യൂ വാങ്ങിത്തരാം എന്നാട്ടോ പറയുന്നത്. പിന്നെ ഇക്കൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയി. അപ്പോഴേക്കും ഞാനും മോളും കൂടി ഇക്കൻ്റെ കാർഡും ചാബിയും വാങ്ങിയിട്ട് താഴത്തേക്ക് വിട്ടു. പിന്നെ അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ വണ്ടി കയറി. ഞങ്ങൾ അവിടുന്ന് വെയിറ്റ് ആക്കി. ഇക്കനെ കുറേ നേരം കാത്തിരുന്ന് ഞങ്ങൾ വെയിറ്റ്. പിന്നെ ഞങ്ങൾ കുറം പാർക്കിലേക്കാട്ടോ പോയത്. കുറം പാർക്ക് നല്ല രസമാണ്. ഇക്ക മുമ്പിൽ പോകല്ലേ, ഇക്കൻ്റെ കൂടെ നടക്കാനാണ് എനിക്ക് ഇഷ്ടം തന്നെ. ഞാൻ ഇക്കൻ്റെ പുറകെ വിട്ടു. പക്ഷെ നല്ല രസമാട്ടോ ഈ എൻട്രി കാണാനൊക്കെ ഭയങ്കര രസമാണ്. മാഷാഅല്ലാ അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസേ. അങ്ങനെ ഇന്ന് ഫ്രീ എൻട്രി ആട്ടോ അങ്ങോട്ടേക്ക് കയറാൻ. മക്കളായിട്ടും ഒരു ഫാമിലി ആയിട്ടൊക്കെ കയറാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. മസ്കറ്റിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് പാർക്കുകളും ബീച്ചുകളും അങ്ങനെ ഒരുപാട് മാളുകളും ഡിസ്കൗണ്ട് സെൻറ്ററും അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ മസ്കറ്റിൽ. പിന്നെ മോള് ഭയങ്കര ഹാപ്പിയായി ഇവിടെ കയറിയതിൻ്റെ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് വീഡിയോ എടുക്കട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്കൊക്കെ പോയിട്ട് വെൽഡിയും പിന്നെ ഇലക്ട്രോണിക്കിൻ്റെ ഗെയിംസിൻ്റെ സെൻറ്ററും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിട്ട്. മോളെ ആ ബോട്ടിൽ കയറിയാലോ ചോദിച്ചു. അതിങ്ങനെ കുറച്ച് സ്പീഡ് പോകുന്നുണ്ട്. അപ്പം വേണ്ട അത് ബേബി കയറിയ വിഗും എന്നൊക്കെ പറഞ്ഞു. അവൾക്ക് അപ്പുറത്തേലുള്ള കയറണം. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇല്ല 2 വയസ്സുള്ള കുട്ടികളൊന്നും കയറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കയറട്ടെ വെച്ചപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കട്ടെ വെച്ചപ്പോൾ ഫോട്ടോ എടുത്തോ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കയറി ഫോട്ടോ എടുത്ത് മോളെ വണ്ടി കേടാ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓളെ ഇറക്കിയതാട്ടോ ഈ കാണുന്നത്. അങ്ങനെ അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. സൂ അമ്മ അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞ അതിൻ്റെ സീനാട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ മേത്തേക്ക് വെള്ളം തെറിക്കുക അടിപൊളിയായിരുന്നു കേട്ടോ ഇത് കാണാനൊക്കെ. പക്ഷേ കുട്ടികളുണ്ടായതുകൊണ്ട് അങ്ങനെ എല്ലാത്തിലൊന്നും കയറാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഒന്നിലും കയറിയിട്ടില്ല. ഇതിലെന്താ അമ്മ ഇനി കയറ്റാത്ത, എന്താ പപ്പ കയറ്റാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം കരഞ്ഞ് പിന്നെ പറഞ്ഞു വാ നമുക്ക് സർപ്രൈസ്. അവൾക്ക് സർപ്രൈസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാട്ടോ. അത് എന്തായാലും പ്രശ്നമില്ല. അങ്ങനെ പിന്നെ അവളെ കുറച്ച് ഊഞ്ഞാലയിലൊക്കെ എത്തി. അവൾക്ക് ഭയങ്കര ഹാപ്പി ഇതിലേക്ക് കയറാൻ. അവൾ ഭയങ്കര ടാറ്റ തരലും മക്കളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി അൽക്കൊബയിൽ നിന്നിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് സെൻറ്ററിലാട്ടോ. ഇത് 24 hours അതിൻ്റെ പ്രത്യേകത. അങ്ങനെ കണ്ടിട്ടുണ്ടോ 24 hours ഷോപ്പ് മാളൊക്കെ? പക്ഷെ ഇത് നല്ല രസമാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇതിലേക്ക് കയറി കുറേ ഡിസ്കൗണ്ട് ഉണ്ടായിട്ടോ ഡ്രസ്സിനൊക്കെ. ഞാൻ അങ്ങനെ അവിടെ നിന്ന് 2 ടോപ്പും മോൾക്കൊരു കോട്ടും ഇതൊക്കെ എടുത്തിട്ട് നല്ല രസമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. മോൾ ഒറ്റയ്ക്ക് വെടിവെച്ചിട്ടുള്ള ഒറ്റയ്ക്ക് ഡെഡാവണ വീഡിയോ ആട്ടോ. ഞങ്ങൾ ഇനി ഇക്കാനും കാണുന്നവർ എല്ലാവരും വരുമൊക്കെ ആയിരുന്നു കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടം അങ്ങനെ കളിക്കുന്നതൊക്കെ. അതിൽ പിന്നെ ഞാൻ എന്നെ ഡെഡാപ്പം ഞാൻ ഡെഡാവാത്തതിന് സങ്കടം. പിന്നെ ഇതൊക്കെ ആട്ടോ എനിക്ക് ഇക്ക വാങ്ങി തന്ന ഡ്രസ്സുകൾ. താങ്ക് യു.